വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച അലങ്കോലമാക്കി ഒളിച്ചോട്ടം. ലോക്സഭ രാജ്യസഭാ നടപടികൾ നിർത്തിവച്ചു. വീണ്ടും പാകിസ്ഥാനെ പിന്തുണച്ച് കോൺഗ്രസ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് പി ചിദംബരം. ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് വന്നവരെന്ന് എങ്ങനെ പറയുമെന്നും ചോദ്യം. ശക്തമായി വിമർശിച്ച് BJP. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ ക്രൈസ്തവ ദേവാലയത്തിന് നേരെ ഭീകരാക്രമണം. 43 പേർ കൊല്ലപ്പെട്ടു. പള്ളിയോട് ചേർന്നുള്ള വീടുകൾ തകർന്നു. ആക്രമണത്തിനു പിന്നിൽ ഇസ്ലാമിക ഭീകര സംഘടന IS. മരിച്ചാലും ക്രൂശിക്കുന്ന സഖാക്കൾ. കഞ്ഞിക്കുഴിയിലെ VS അനുസ്മരണം ഉദ്ഘാടനം ചെയ്യാൻ M സ്വരാജ്. നീക്കം ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം വീണ്ടും സജീവമായതിനു പിന്നാലെ അവഹേളിച്ചയാൾ തന്നെ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധം ശക്തം. ഫോൺ വിളി വിവാദത്തിനു പിന്നാലെ തിരുവനന്തപുരം DCCയിൽ പൊട്ടിത്തെറി. പാലോടി രവിയെ മനഃപൂർവ്വം ബലിയാടാക്കിയെന്ന് ഒരു വിഭാഗം. അന്വേഷിക്കാൻ KPCC, തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ചുമതല. ആത്മസ്വരോടായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആസിൽ രമിക്കുന്ന ഏതോ അതാണ് ഭാരതം. അതായത് ജ്ഞാനത്തിൽ രമിക്കുന്നതാണ് ഭാരതം. ജ്ഞാനസഭാ സമ്മേളനത്തിൽ വികസിത ഭാരതത്തിന്മേൽ ചർച്ച. സർവകലാശാല VC-മാർ പങ്കെടുക്കുന്നു. ആശംസകൾ അർപ്പിച്ച് മാതാ അമൃതാനന്ദമയി ദേവി. വിദ്യാഭ്യാസ സമ്മേളനവും ചിന്തൻ ബൈഠക്കും RSS സർസംഘചാലകിന്റെ മാർഗനിർദ്ദേശത്തിൽ. തൃപ്പൂണിത്തുറയിൽ സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണു. നിലംപൊത്തിയത് ഏരൂർ KMUP സ്കൂളിലെ ഉപയോഗിക്കാത്ത കെട്ടിടം. ഞായർ അവധിയിൽ ദുരന്തമൊഴിവായി. പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ. വനിതാ ചെസ് ലോകകപ്പിൽ ഭാരതം ഇന്ന് കിരീടമുയർത്തും. കൊനേരു ഹംപി ദിവ്യ ദേശ്മുഖ് ട്രൈബ്രേക്കർ ഇന്ന്. പോരാട്ടം വൈകിട്ട് 4:30. വാർത്തയിലേക്ക് വിശദമായി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിലെ ഇരുസഭകളിലും വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ 1 മണിവരെയും രാജ്യസഭ 2 മണിവരെയും നിർത്തിവച്ചു. एक मिनट सदा नहीं है मिस्टर, तरीका रखिए. तरीका ठीक नहीं है. माननीय सदस्य, सदन में मांग करने से या किसी विषय पर चर्चा करने से कुछ नहीं होगा. जो भी विषय होगा वह बिजनेस एडवाइज कमेटी में चर्चा से होता है. आप यहां पर सदन में बेल में आके मांग करोगे तो नहीं होगा. दूसरा, आप ऑपरेशन नहीं, आपको ऑपरेशन सिंदूर पर चर्चा करनी है नहीं करनी है आपको. अगर करनी है तो आप जाइए सदन के अंदर, और नहीं करनी है तो बताइए. आप मेरे एक सवाल का जवाब दीजिए. आप सब दल के नेता आए थे. सब दल के नेताओं ने श्री संतोष कुमार P, डॉक्टर जॉन ब्रिटास, डॉक्टर V शिवादासन, Sri Harish Biran of the right to education due to large scale merger and closure of government schools in Uttar Pradesh. Since these notices do not conform to the detailed tips imparted by the chair on why I am explaining the reason.
imparted by the chair on 8/12/2022 and 19/12/2022, the same are declined. The same are declined. Please go back to your seats. Okay, to continue. Please go back. Zero hour question hour, papers over. Please. Are very important for Please go back to your seats. like to study. The House will meet at 12 p.m. today. Simultaneously, medical. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, ലോക്സഭയിലും രാജ്യസഭയിലും ഇരുന്നാൽ നാണം കെടുമെന്ന പേടിയോ ഒളിച്ചോട്ടത്തിന് പിന്നിൽ? കൃഷ്ണരാജ്, ഈ പാർലമെന്റിൽ നിലവിലിപ്പോൾ വലിയ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 1 മണിവരെയും രാജ്യസഭ 2 മണിവരെയുമാണ് നിർത്തിവെച്ചിരിക്കുന്നത്. അതിനുശേഷം പാർലമെന്റ് നടപടികൾ തുടരും എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം കാര്യമായി നടക്കും എന്നുള്ളത് ഈ ഘട്ടത്തിലും അറിയാൻ കഴിയുന്നതല്ല. കാരണം ഈ സഭ ആരംഭിച്ച സമയം മുതൽ ഇന്ന് പ്രധാനമായും ഉണ്ടായിരുന്ന ചർച്ചാ വിഷയം 11 മണിക്ക് എടുക്കേണ്ടിയിരുന്നത് ഓപ്പറേഷൻ സിന്ദൂറാണ്. ഓപ്പറേഷൻ സിന്ദൂർ പക്ഷേ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നതിന് സാധിച്ചില്ല. പ്രതിപക്ഷം ഓരോ സമയത്തും ഗോൾ പോസ്റ്റ് മാറ്റിവെക്കുകയാണ് എന്നാണ് ഇന്ന് പ്രധാനമായും കിരൺ റിജിജു പറയുകയുണ്ടായത്. അത് മാത്രമല്ല, ഇന്ന് സ്പീക്കർ തന്നെ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ചർച്ചയിലേക്ക് വന്നത്, പക്ഷേ ഈ ചർച്ച നടക്കുന്നതിന് പോലും നിങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം സ്പീക്കറും ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷം വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ബഹളം വെപ്പ് തുടരുകയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹളം വെച്ചു. മറ്റ് എംപിമാർ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ബഹളം വെപ്പ് തുടർന്നത്. 2 തവണയായിട്ടാണ് ഇപ്പോൾ ഈ ഇരു സഭകളും നിർത്തിവെച്ചത്. രാജ്യസഭ 2 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോക്സഭ 1 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇനിയും ലോക്സഭയിലെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്മേൽ 16 മണിക്കൂർ നീളുന്ന ചർച്ച ഇന്ന് നടക്കേണ്ടതായിരുന്നു. പക്ഷേ പ്രതിപക്ഷം ഈ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടും കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ ഇനിയും വഴങ്ങുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പല വിഷയങ്ങളാണ് അവർ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ച നീട്ടിക്കൊണ്ടുപോകുന്നതിന് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകാന്ത്, അതായത് ഞങ്ങൾക്ക് പെഹൽഗാം വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് പലവട്ടം ആവർത്തിച്ചത് പ്രതിപക്ഷമാണ്. ഇപ്പോൾ അതിന് അവസരമൊരുങ്ങുന്നു. അത് പെട്ടെന്നുണ്ടായ അവസരമല്ല, നേരത്തെ തീരുമാനിച്ചതാണ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സംസാരിക്കും, വരൂ ചർച്ച ചെയ്യാം എന്ന് സർക്കാർ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു. അപ്പോഴാണ് ഓരോരോ വിഷയങ്ങളുണ്ടാക്കി അതിൽ നിന്ന് ഒളിച്ചോടാൻ, ആ ചർച്ചയെ അലങ്കോലപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അവർ എന്താണ് പറയുന്നത്? 11 മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്നതാണ് ചർച്ച. പഹൽഗാം വിഷയത്തിൽ ട്രംപ് ചില കാര്യങ്ങൾ പറയുന്നു, പാകിസ്ഥാൻ പറയുന്നു, അതോടൊപ്പം വിദേശ മാധ്യമങ്ങൾ പല കാര്യങ്ങൾ പറയുന്നു. ഇതൊക്കെ ചർച്ച ചെയ്യണം എന്ന് ഇന്നലെ രാത്രി വരെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് സ്വാഭാവികമായും ചർച്ച തുടങ്ങേണ്ട ദിവസമായിരുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തീരുമാനിച്ചതല്ല. ഇത് പാർലമെന്റ് സെഷൻ തുടങ്ങി പ്രതിഷേധമുണ്ടായപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, അതിനായി 16 മണിക്കൂർ നീക്കിവെക്കുന്നു. അംഗബലമനുസരിച്ച് ഓരോ പാർട്ടിക്കും നിശ്ചിത ആളുകളെ നിശ്ചയിക്കാൻ പറയുന്നു, അവർക്ക് സമയവും അലോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇന്ന് 11 മണിക്ക് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയും ഒപ്പം ഭരണപക്ഷത്തു നിന്നും പ്രതിരോധ മന്ത്രിയും സംസാരിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. അമിത്ഷായും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും സംസാരിക്കാനും നിശ്ചയിച്ചതാണ്. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗമടക്കം ഇതിനോടകം തന്നെ കൃത്യമായി തന്നെ നിശ്ചയിക്കപ്പെട്ടതുമാണ്. പക്ഷേ ഇന്ന് തുടങ്ങിയ സമയം മുതൽ തന്നെ പഹൽഗാം ഒരു കാരണവശാലും ചർച്ച ചെയ്യരുത്, ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഓപ്പറേഷൻ സിന്ദൂർ ഒരു കാരണവശാലും ചർച്ച ചെയ്യരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ബഹളം വയ്ക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. ഇത് എടുത്തപ്പോൾ തന്നെ, ഇതിൻ്റെ ചർച്ചയുടെ ആദ്യഘട്ടത്തിലേക്കൊക്കെ വന്നപ്പോൾ തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമാണ് ഇന്ന് പ്രതിപക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിലുള്ള മറ്റ് എംപിമാർ, കേരളം ഒഴികെ മറ്റ് എംപിമാർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ബീഹാർ റിവിഷൻ അത് ഉന്നയിച്ച് അത് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ അത് പറഞ്ഞത് ഈ കൃത്യമായി സഭയ്ക്കൊരു ഡെക്കറമുണ്ട്, അത് കീപ്പ് ചെയ്യണം, സഭയിലേക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടതും ചർച്ചയ്ക്കെടുക്കേണ്ടതുമായ ഒരു രീതിയുണ്ട്, ആ രീതിയിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ അത് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സ്പീക്കർ പറയുകയും ചെയ്തു. എന്നിട്ടും കോൺഗ്രസ് അത് കേട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ
പഹൽഗാം ചർച്ച ചെയ്യാതിരിക്കാനുള്ള തന്ത്രം എന്ന നിലയിൽ അവർ സ്വാഭാവികമായും ബഹളം വയ്പ് തുടർന്നു. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഛത്തീസ്ഗഡിലെ വിഷയവും ഉന്നയിച്ചു. അങ്ങനെ ആദ്യഘട്ടത്തിൽ 12 മണിവരെയും പിന്നീട് ഇരുസഭകളും 1 മണി വരെ ലോക്സഭയും രാജ്യസഭ 2 മണിവരെയും നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്നും സഭയിൽ എന്തെങ്കിലും കാര്യമായ നടപടികൾ ചർച്ചകൾ ഉണ്ടാകും എന്ന് കരുതുക വയ്യ. അതിരൂക്ഷമായ ബഹളം നടക്കുന്നു. സഭ നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയാണുള്ളത്. ശരി, ഈ ഒളിച്ചോട്ടത്തെക്കുറിച്ച് BJPയും NDAയും എന്തു പറയുന്നു? കൃഷ്ണജി, ഇതിനോടകം തന്നെ കേന്ദ്ര മന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. തങ്ങൾ ഗോൾ പോസ്റ്റുകൾ അടിക്കടി മാറ്റുന്ന രീതി പ്രതിപക്ഷം സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ചർച്ച വെച്ചത്, എന്നിട്ട് നിങ്ങൾ എന്തിന് ബഹളം വയ്ക്കുന്നു എന്നാണ് സ്പീക്കർ ചോദിച്ചത്. അതായത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച വരുന്നു, ചർച്ച തുടങ്ങും മുമ്പ് ബഹളം വെച്ച് ആ ചർച്ചയെ നടത്താൻ അനുവദിക്കാതിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കരുത് എന്നാണ് ഇപ്പോൾ BJP നൽകിയിരിക്കുന്ന, ഭരണപക്ഷം നൽകിയിരിക്കുന്ന മറുപടി. ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. സഭയ്ക്കുള്ളിൽ ചർച്ചയ്ക്ക് ഭരണപക്ഷം പൂർണ്ണമായും തയ്യാറെടുത്തു കഴിഞ്ഞു. ശരി, വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിലെ ഇരുസഭകളിലും വീണ്ടും പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നു. അതായത് ചർച്ച ആവശ്യപ്പെട്ടത് അവരാണ്, ചർച്ചയുടെ സമയമെത്തുമ്പോൾ അത് അലങ്കോലമാക്കി ഒളിച്ചോടുകയാണ് പ്രതിപക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല. ലോക്സഭയും രാജ്യസഭയും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി അത് ചേർന്നാലും എന്താകും സംഭവിക്കുക എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിന്ന് ഒളിച്ചോടി പ്രതിപക്ഷം. പാർലമെന്റിൽ ചർച്ച തുടങ്ങാനിരിക്കെ മറ്റു വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധം. നിങ്ങൾ പറഞ്ഞിട്ടാണ് ചർച്ച വെച്ചതെന്നും ബഹളം വെക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും ലോക്സഭാ സ്പീക്കർ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷം ഓരോ തവണയും ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. एक मिनट सदा नहीं है मिस्टर, तरीका रखिए, तरीका ठीक नहीं है। माननीय सदस्य, सदन में मांग करने से या किसी विषय पर चर्चा करने से कुछ नहीं होगा। जो भी विषय होगा वह बिजनेस एडवाइस कमेटी में पलटी मारा है और ऑपरेशन सिंदूर चर्चा से भागने का जो नाटक क्या ठीक नहीं है। अभी हम आधा घंटे के बाद में पार्लियामेंट शुरू होगा फिर से, तो इसमें ये जो कंडीशन नया लेके आया है ये नहीं चलेगा। और ऑपरेशन सिंदूर पर रक्षा मंत्री प्रस्ताव शुरू में रखेंगे और रक्षा मंत्री जब चर्चा शुरू करेंगे तो उसका बात सुने और कोई भी ऑपोजिशन पार्टी पाकिस्तान का भाषा ना बोले। കിഴക്കൻ ഡെമോക്രാറ്റിക് ഓഫ് കോങ്കോയിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ഭീകരാക്രമണം. ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനയായ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് ADF ആണ് ഭീകരാക്രമണത്തിന് പിന്നിൽ. 43 പേർ കൊല്ലപ്പെട്ടു. ഭീകരർ വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണങ്ങളിൽ പൊള്ളലേറ്റാണ് കൂടുതൽ പേര് മരിച്ചത്. ഒട്ടേറെ പേരെ കാണാനില്ലെന്നും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. IS പോലുള്ള ഭീകര സംഘടനയോട് കൂറു പുലർത്തുന്ന സംഘടന കൂടിയാണ് ADF. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, എന്താണ് അവിടെ സംഭവിച്ചത്? കൃഷ്ണരാജ്, കോങ്കോയിൽ നടന്ന ആക്രമണത്തിൽ, പള്ളിക്ക് നേരെ നടന്ന ആക്രമണത്തിലാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു അളവിൽ ആളുകൾ മരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 43 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 20ഓളം പേർ കൊല്ലപ്പെട്ടത് മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റാണ്. അതായത് അതിഭീകരമായ രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു നടത്തിയത്. പള്ളിയിൽ ആരാധനയ്ക്കായി എത്തിയ ഒരു വിഭാഗത്തിന് നേരെ, ആരാധനയ്ക്കെത്തിയ കത്തോലിക്ക സഭാ വിശ്വാസികൾക്കെതിരെ ശക്തമായ ഒരു ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഈ ആക്രമണത്തിൽ ആയുധങ്ങളും അതുപോലെ തോക്കുകളുമായി എത്തിയവർ ഈ കത്തി ഉപയോഗിച്ച്
ഉപയോഗിച്ചൊക്കെ മുറിവുണ്ടാക്കിയാണ് ആളുകളെ കൊലപ്പെടുത്തിയത്. അതായത് നിഷ്ഠൂരമായൊരു കൊലപാതകമാണ് നടത്തിയത്. പിന്നീട് പള്ളിക്ക് തീയിടുകയും അതുപോലെ തന്നെ പരിസരത്തെ വീടുകൾക്കും കടകൾക്കുമെല്ലാം തീയിടുകയും ചെയ്തു. അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ഐഎസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകളൊക്കെ പോലെ പ്രവർത്തിക്കുന്ന ആ സംഘടനയുടെ ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനയാണ് അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഉഗാണ്ടയുടെയും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെയും അതിർത്തിയിൽ നിലനിൽക്കുന്ന ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന മധ്യ ആഫ്രിക്കൻ രാജ്യവും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉഗാണ്ടയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഈ അതിർത്തിയിലുള്ള ഈ ഭീകര സ്വഭാവമുള്ള സംഘടനയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആക്രമണത്തിൽ 43 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. കാരിത്താസ് എന്ന് പറയുന്ന ഒരു കാരിത്താസ് ചാരിറ്റി എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സഭാ വിഭാഗമുണ്ട്, ക്രൈസ്തവ വിശ്വാസ സഭാ വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൻ്റെ സന്ധ്യാപ്രാർത്ഥന നടക്കുന്ന വേളയിലാണ് ഈ കമാൻഡോ എന്ന് പറയുന്ന നഗരത്തിൽ ഈ ആക്രമണം ഉണ്ടാവുകയും 43 പേർ കൊല്ലപ്പെടുകയും ചെയ്തത്. ഇതിന് പിന്നിൽ ഈ ഭീകര സ്വഭാവമുള്ള സംഘടനകൾ തന്നെയാണ് എന്ന് കൃത്യമായ റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ ആക്രമിക്കപ്പെട്ടവരിൽ പലർക്കും ഗുരുതരമായി പൊള്ളലേറ്റാണ് മരണപ്പെട്ടത്. അതായത് പലയിടങ്ങളിലും വീടുകളിൽ കടന്നു കയറി ആക്രമിക്കുകയും വീടുകൾക്ക് തീയിടുകയും വീടിനുള്ളിൽ ചുട്ടരിച്ചു കൊല്ലുകയുമാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഭീകരമായി മുറിവേൽപ്പിക്കുകയും അതുപോലെ തന്നെ ചുട്ടരിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന നിഷ്ഠൂരമായ കൊലപാതക രീതികൾ അനുവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയും ക്രൈസ്തവ വീടുകൾക്കെതിരെയും കത്തോലിക്ക വിശ്വാസികൾക്കെതിരെയുമാണ് ആക്രമണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോങ്കോയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാകുകയും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യം കൂടി ആഗോളതലത്തിൽ ഉണ്ടാകുന്നുണ്ട്. കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതദേഹങ്ങൾ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, സമീപത്തെ വീടുകൾ കയറി ആക്രമണം നടത്തുകയാണ്. തീർച്ചയായും ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭീതിജനകമായൊരു സാഹചര്യം സൃഷ്ടിക്കുക. നമുക്കറിയാവുന്നതാണ് ടെറർ സൃഷ്ടിക്കുക. അതായത് ഭീകരന്മാരുടെ അടിസ്ഥാന സ്വഭാവം തന്നെ, ഭീകര സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ഒരു ആക്രമണത്തിലൂടെ അവരുടെ ആശയം പ്രചരിപ്പിക്കുകയും സമാനമായ രീതിയിൽ എതിരായ ആശയങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭയം ജനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് തീവ്രവാദത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം അല്ലെങ്കിൽ ഭീകരതയുടെ അടിസ്ഥാന സ്വഭാവമായി കണക്കാക്കുന്നത്. അതുതന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. തങ്ങളുടെ വിശ്വാസത്തിനെതിരായി ഉള്ള വിശ്വാസധാരകളിലുള്ളവരെ ആക്രമിക്കുക എന്നത് ഒരു ശീലമായിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതി തന്നെ, തീവ്രവാദ പ്രവർത്തന രീതി തന്നെ കൈക്കൊള്ളുന്ന നിരവധി ഭീകര സ്വഭാവമുള്ള സംഘടനകൾ ഈ സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ തന്നെ മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ബൊക്കോ ഹറാം പോലുള്ള സംഘടനകളൊക്കെ ഇതിന് ഉദാഹരണങ്ങളുമാണ്. അത്തരത്തിൽ അതിഭീകരമായ മനുഷ്യാവകാശ ധ്വംസനങ്ങളും സ്ത്രീകൾക്കെതിരായ അവകാശങ്ങളെ കൃത്യമായി എതിർക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തകർക്കുകയും സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനെതിരെ നിലപാടെടുക്കുകയൊക്കെ ചെയ്യുന്ന നിരവധിയായ ഭീകര സ്വഭാവമുള്ള സംഘടനകളുണ്ട്. അത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള ഈ സംഘടനകളെയെല്ലാം തന്നെ കൃത്യമായി അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതിൻ്റെ ആശയധാരയായി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഈ IS-ന് സമാനമായ ഒരു ഭീകര സംഘടനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതായത് അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന സംഘടന. അത്തരത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തനം ഈ മേഖലയിൽ ശക്തവുമാണ്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളിലൂടെ, അതായത് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് എതിരായ നീക്കങ്ങൾ നടത്തുന്ന ഒരു തീവ്രവാദ സ്വഭാവം, അതായത് സ്വാധീനം ഉറപ്പിക്കാൻ സാധ്യതയുള്ള ക്രൈസ്തവ സഭകളെ കൃത്യമായും മേഖലയിൽ നിന്ന് ഒഴിവാക്കുക എന്ന കൃത്യമായ ഒരു അജണ്ട ഉപയോഗിച്ച് തന്നെയാണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ 43 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ ഒരു ഔദ്യോഗികമായി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഔദ്യോഗിക റേഡിയോ പുറത്തുവിടുന്നൊരു വിവരങ്ങളാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. എത്ര പേർ മരിച്ചു എന്നത് ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. അതായത് ആഴത്തിൽ മുറിവേൽപ്പിച്ചും അതുപോലെ ചോരവാർന്നും പൊള്ളലേൽപ്പിച്ചും ചുട്ടുകരിച്ചുമൊക്കെയാണ് കൊല്ലപ്പെടുത്തിയിരിക്കുന്നത് എന്നത് തന്നെ ഈ ആക്രമണത്തിൻ്റെ ഭീകര സ്വഭാവത്തെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ഭീകരാക്രമണം. ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനയായ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് ADF 43 പേരാണ് മരിച്ചത്. ഇവർക്ക് IS-ഉമായി കൂറുപുലർത്തുന്ന ഒരു സംഘടനയാണ് ഈ ADF. ഈ ഭീകരാക്രമണം പള്ളിക്ക് നേരെ മാത്രമല്ല ഉണ്ടായത്, അടുത്തുള്ള വീടുകളിലൊക്കെ കയറി തീയിടുകയായിരുന്നു, ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അങ്ങനെ നിരവധി പേരാണ് പൊള്ളലേറ്റു മരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. ഉത്തർപ്രദേശിലെ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന റെക്കോർഡ് ഇനി യോഗി ആദിത്യനാഥിന് സ്വന്തം. 8 വർഷവും 132 ദിവസവുമാണ് യോഗി മുഖ്യമന്ത്രിയായി തികച്ചത്. 8 വർഷവും 127 ദിവസവുമെന്ന ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ റെക്കോർഡാണ് യോഗി മറികടന്നത്. 2017 മാർച്ച് 19 UPയുടെ 21ാമത്
മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് ചുമതലയേറ്റത്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, യു പിയിൽ ഒരു പുതുചരിത്രം പിറക്കുന്നു അല്ലേ? മാർച്ച് മാസത്തിൽ 19-ാം തീയതിയാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുക്കുന്നത്. അതുമുതൽ ഇങ്ങോട്ട് തുടങ്ങി ഇന്നിപ്പോൾ 8 വർഷവും 132 ദിവസവും പിന്നിട്ടിരിക്കുന്നു യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ട്. നേരത്തെ അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ 8 വർഷവും 127 ദിവസവും എന്ന റെക്കോർഡാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് മറികടന്നിട്ടുള്ളത്. ഉത്തർപ്രദേശ് അങ്ങനെ ആരെയും അധികകാലം വാഴിച്ച ചരിത്രമില്ല എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അത് ഇത്രയും പ്രമുഖനായ രാഷ്ട്രീയ രംഗത്തെ, അതോടൊപ്പം തന്നെ രാജ്യത്തെ രാഷ്ട്രീയ രംഗം ഒന്നാകെ തന്നെ വലിയ സ്വാധീനം ചെലുത്തിയ ഗോവിന്ദ വല്ലഭ് പന്തിനെ മറികടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ഉത്തർപ്രദേശിൽ പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികൾ, സമാജ്വാദി പാർട്ടി, BSP അടക്കമുള്ള പാർട്ടികളെ മുഴുവൻ പിന്തള്ളി ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന ചരിത്രമാണ് BJPക്ക് അവിടെ ഉള്ളത്. അതിലാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ 8 വർഷവും 132 ദിവസവും പൂർത്തിയാക്കിയത്. അത് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ശരി. ഉത്തർപ്രദേശിൽ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന റെക്കോർഡ് ഇനി യോഗി ആദിത്യനാഥിന് സ്വന്തം. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് BJP സംസ്ഥാന ഘടകം ഗൗരവത്തോടെ കാണുന്നുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ്. സംസ്ഥാന അധ്യക്ഷൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരുമായി സംസാരിച്ചു. നീതിയുക്തമായ അന്വേഷണം ഉറപ്പു നൽകി. മനുഷ്യക്കടത്ത് കാര്യമായി നടക്കുന്ന സംസ്ഥാനമാണ്. ഇതിൽ ശക്തമായ അന്വേഷണവും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കേസ്. കന്യാസ്ത്രീകൾ നിരപരാധികളെങ്കിൽ മോചിപ്പിക്കും. ക്രൈസ്തവ സമൂഹത്തിന് എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഛത്തീസ്ഗഡിലേക്ക് പുറപ്പെടുമെന്നും സുരേഷ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം വളരെ ഗൗരവത്തിൽ കാണുകയാണ്. ട്രെയിനിലുണ്ടായ TTRയുടെ പരിശോധനയും അതിനെ തുടർന്ന് റെയിൽവേ പോലീസ് എടുത്തിരിക്കുന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ വിഷയം ഉണ്ടായ ഉടൻ തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായിട്ടും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് അടിയന്തരമായിട്ട് ബന്ധപ്പെടുകയും നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം ഈ കേസിൽ അവിടെ ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അതുപ്രകാരം അന്വേഷണം നന്നായിട്ട് നടക്കുന്നു. യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും വിധേയമാകാതെ നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം അവിടെ ഉറപ്പുവരുത്താൻ BJP സംസ്ഥാന ഘടകത്തിന് സാധിച്ചു. ഇടതു വലതു മുന്നണികൾ കേരളത്തിൽ നടത്തുന്ന രാജ്യവിരുദ്ധ പ്രീണനം മറച്ചുവെക്കാനാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയം പെരുപ്പിച്ചു കാണിക്കുന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. വിഷയത്തിൽ ഇടപെടാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മന്ത്രിമാരെ അയച്ചില്ലെന്നും കോൺഗ്രസ് എന്തുകൊണ്ട് പ്രതിനിധി സംഘത്തെ നിയോഗിച്ചില്ലെന്നും ഷോൺ ജോർജ് ചോദിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ വിവിധ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. രാഷ്ട്രീയമായി മുതലെടുപ്പിനുള്ള ശ്രമം കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ ശക്തമായി നടത്തുന്നു. ഇപ്പോൾ BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ഈ വിഷയത്തിൽ BJP എടുത്ത നിലപാടുകൾ, BJP എടുത്ത നടപടികൾ സംസ്ഥാന ഘടകവും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരുമായി ബന്ധപ്പെട്ട് നടത്തിയ വിഷയങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ വിഷയത്തിൽ CPM ഉന്നയിക്കുന്നത് ഇവിടെ പ്രീണനവും അവിടെ പീഡനവും എന്നാണ് CPM-ഉം കോൺഗ്രസും എല്ലാം ഇപ്പോൾ പറയുന്നത്. എന്താണ് BJP സംസ്ഥാന ഘടകം ഈ വിഷയത്തിൽ ഇതുവരെ എടുത്തിട്ടുള്ള നടപടികൾ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? ആരെയും പ്രീണിപ്പിക്കാനും ആരെയും വെറുപ്പിക്കാനും, അത് ഏത് സമുദായം എന്നല്ല, ആരെയും ഒരു സമുദായത്തെയും വെറുപ്പിക്കാനും പ്രീണിപ്പിക്കാനല്ല BJP-യുടെ ഉദ്ദേശം. ഇവിടെ കേരളത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തെ പ്രീണിപ്പിക്കുവാനായിട്ട് എന്തെങ്കിലും BJP ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. BJP-യുടെ നിലപാടിൽ ആകൃഷ്ടരായ ക്രൈസ്തവ സമൂഹം BJP-യിലേക്ക് വരുന്നതിൽ കോൺഗ്രസും CPM-ഉം ആകുലത കാണിച്ചിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളിലേക്ക് ആളുകൾ വരുന്നു എന്ന് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ആലോചിച്ചാൽ
അതിന് കൃത്യമായ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ചിന്ത എങ്ങനെയെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നാണ്. നോർത്ത് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. കാരണം എന്താണ്, ഏകപക്ഷീയമായി എവിടെയെങ്കിലുമൊക്കെ എന്തൊക്കെയിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ നമുക്കറിയാം ഇതൊന്നും ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് ഒന്നും അല്ല ഈ ഇത്ര ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് അല്ല ഈ മതപരിവർത്തനത്തിന്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, സഭയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം 1964 റോമൻ സബ്മിറ്റ്, ആ റോമൻ സബ്മിറ്റിൽ അതൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും ബോധ്യപ്പെടും, നിർബന്ധിത മതപരിവർത്തനത്തിന് ക്രൈസ്തവ സഭ എതിരാണ്. ക്രൈസ്തവ സഭ അത് സഭയ്ക്കുള്ളിൽ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് സഭയുടെ അജണ്ടയല്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ? ഇതൊന്നും ക്രൈസ്തവ സഭയെ സംബന്ധിക്കുന്ന വിഷയങ്ങളല്ല. എന്നാൽ സഭാ മിഷണറിമാർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം എല്ലായിടത്തും ഉണ്ടാകണം. അത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ഓൾ ഇന്ത്യ ലെവലിൽ എവിടെയൊക്കെ ഉണ്ടോ ഈ മതപരിവർത്തനം ഒഴിച്ചു നിർത്തിയാൽ സഭയ്ക്കുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നിട്ടുള്ളൊരു കാര്യം, സിസ്റ്റർമാരുടെ വിഷയത്തിൽ അവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത്. കാരണം അവിടെ വലിയ രീതിയിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ ഈ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതുപോലെ ഈ മാവോയിസ്റ്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ ഒരാൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ അയാളെ ചോദ്യം ചെയ്ത് തുടങ്ങിയൊരു വിഷയമാണ് ഇങ്ങനൊരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ വരെ എത്തിയത്. അപ്പോൾ ആ സാഹചര്യം അത് സത്യസന്ധമല്ല, അല്ലെങ്കിൽ ആ വിഷയം ആ കേസ് തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. കാരണം ഇന്നലെ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എത്തി നേരിട്ട് മൊഴി കൊടുത്തു. അപ്പോൾ അവരുടെ മൊഴിയിൽ അവരുടെ സമ്മതത്തോടു കൂടിയും ഈ കുട്ടികളുടെ സമ്മതത്തോടു കൂടിയും തന്നെയാണ് അവരവിടെ വന്നതെന്നും അവർ ജോലിക്ക് വേണ്ടിയാണ് കൊണ്ടുപോയതെന്നും ഇവരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ജോലി മേടിച്ചു കൊടുത്തത് സിസ്റ്റർമാരാണെന്നും ആ സിസ്റ്റർമാരെ പുറത്തു വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരവിടെ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടും. പക്ഷേ ഇവിടെ നമുക്കൊരു ചെറിയ പ്രതിസന്ധി ഉള്ളത്, ഇതൊരു ജുഡീഷ്യൽ പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിന് പെട്ടെന്ന് ഇടപെടാൻ കഴിയും. പക്ഷേ ഇതിനകത്താകെയുള്ളൊരു പ്രശ്നം, ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ റിമാൻഡ് കാലാവധിക്ക് മുമ്പ് ഇവിടെ ഇനി ജാമ്യാപേക്ഷ നൽകണം. ആ ജാമ്യാപേക്ഷയിൽ ഈ റെയിൽവേ പോലീസ് നൽകുന്ന അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം കിട്ടും. അത് ജുഡീഷ്യറിയുടെ തീരുമാനമാണ്. എങ്കിൽ പോലും ഇവർക്ക് ഈ വിഷയത്തിൽ ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ ഇപ്പോൾ CPM ഉം കോൺഗ്രസും നടത്തുന്ന ഇപ്പോൾ ഒരു വർഗീയ മുന വെച്ചുകൊണ്ടുള്ള പ്രചാരണമുണ്ടല്ലോ. ഈ പ്രചാരണം ഒരുപക്ഷെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതൊരുപക്ഷെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഭാവിയിൽ അറിയാം. പക്ഷേ അവർക്ക് നൽകുന്ന ഒരു മറുപടി എന്താണ്? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രചാരണത്തിൽ ചില ക്രിസ്ത്യൻ വിശ്വാസികളെങ്കിലും ഒരു ന്യൂനപക്ഷ വേട്ട എന്നുള്ള രീതിയിലേക്ക് അവരുടെ മനം മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ളൊരു മറുപടി? എന്താണ്? ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് കേരളം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പം കേരളമാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവിടുത്തെ സഭയും സഭാപിതാക്കന്മാർക്കും ഈ വിഷയത്തിൽ BJP നടത്തിയ ഇടപെടൽ എന്താണ്, രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഇടപെടൽ എന്താണ്, ഞങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ കൃത്യമായ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന്, അവിടുത്തെ സിസ്റ്റേഴ്സിനും അവരുടെ കോൺഗ്രിഗേഷന്, അവിടുത്തെ വൈദികർ, അതുപോലെ ഇവിടെയുള്ള ആ സിസ്റ്റർമാരുടെ കുടുംബം, ഇവരെ എല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാനാകാതെ ഇവിടെ നിന്ന് ആരോപണം പറയുന്ന ഇവരാണോ, അതോ എന്തെങ്കിലും ഇത്തരത്തിൽ ഇഷ്യൂസ് ഉണ്ടായാൽ മണിക്കൂറുകൾക്ക് തന്നെ അവിടെ ഇടപെടാൻ കഴിയുന്ന BJP ആണോ നാളെയുടെ ആവശ്യമെന്ന് ഇവിടുത്തെ ഒരു തലമുറയ്ക്കും സമൂഹത്തിനും ബോധ്യമുണ്ട്. മാത്രമല്ല ഈ എലിയെ പേടിച്ച് ഇല്ലം തൊടുന്ന സാഹചര്യമല്ല ഇവിടെ. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയിൽ ഇവിടെ ഇടത് വലത് മുന്നിൽ നടത്തുന്ന വലിയ പ്രീണന രാഷ്ട്രീയത്തെ വലിയ അസ്വസ്ഥതയോടുകൂടി കാണുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അതിനെ മറയ്ക്കാൻ, അതിനെ ഒളിച്ചു വെക്കുവാൻ, നമുക്കറിയാം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അറിയാമല്ലോ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ, അതായത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചപ്പോൾ മറ്റേയാൾ തീവ്രവാദിയായ PDPയുടെ പിന്തുണ വാങ്ങിച്ചു. ഇതിനെയൊക്കെ ജനത്തിന് മുമ്പിൽ മറച്ചു പിടിക്കാൻ ഇത്തരം നോർത്ത് ഇന്ത്യൻ ഇഷ്യൂസ് ഇവർക്ക് ആവശ്യമാണ്. അത് മാത്രമാണ് ലക്ഷ്യം. കാരണം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇവർ നടത്തുന്ന രാജ്യവിരുദ്ധ വർഗീയ ശക്തികളോടുള്ള പ്രീണന നയം മറച്ചുപിടിക്കാൻ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളെ പർവ്വതീകരിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെ അജണ്ടയാണ്. ഇപ്പോൾ നമുക്കറിയാം ട്രെയിനിലുണ്ടായ ഒരു അപകടത്തെ തുടർന്ന്, അതായത് ഒരു സംഘടനയെ തുടർന്ന് മരിച്ച ഒരാൾക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കാനും അത് നേരിട്ട് നൽകാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സംഭവങ്ങളിൽ. ഇപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? എന്താണ് അറിവ് സംബന്ധിച്ച്? മുഖ്യമന്ത്രി അടക്കം എന്ത് നടപടി സ്വീകരിച്ചു?
ഇല്ല, BJP ഒരു പ്രതിനിധി സംഘത്തെ തന്നെ അവിടെ അയച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 ദിവസമായി, ഏറെക്കുറെ ഒരു 60 മണിക്കൂറായി ഞങ്ങളെല്ലാം ഫുൾ ടൈം ഓൺലൈനിലാണ്, ഫുൾ ടൈം ഇതിൻ്റെ പുറത്താണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഒരു കത്തയച്ചതല്ലാതെ ഇവിടുന്ന് അങ്ങനെ ഒരു മന്ത്രി അങ്ങോട്ട് അയക്കാൻ പറ്റില്ലേ? 2 സിസ്റ്റർമാർ അവിടെ പോയി ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു മന്ത്രി എന്ന കാര്യങ്ങൾ ഇടപെടാലോ? ഇവരാരും ഒന്നും ചെയ്തില്ല. കോൺഗ്രസ് എന്തെങ്കിലും പാർലമെൻറ്റിൽ ചെയ്യുന്നു, അങ്ങോട്ടേക്ക് ഒരു കോൺഗ്രസ് പ്രതിനിധി സംഘത്തിനെ അയച്ച് ഇവർക്ക് നീതി ലഭ്യമാക്കാൻ പറ്റുന്ന നിയമസഹായം ചെയ്യാമല്ലോ. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യവും ചെയ്യാതെ വെറുതെ ഇപ്പം നാളെ രാവിലെ ചെയ്യാൻ പോകുന്നത് എന്താ? നാളെ രാവിലെ ഈ സിസ്റ്റർമാരുടെ വീട്ടിൽ ചെന്ന് അനുശോചനം രേഖപ്പെടുത്തും. ഇവരുടെ പരിപാടി ഇതാണ്. ഒരു പണിയും ചെയ്യുകയില്ല, ഈ നാടിനൊരു ഗുണം ഉണ്ടാകുകയില്ല. അവിടെ ചെന്ന് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുക, ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക. ഏതെങ്കിലും തരത്തിൽ ആളുകൾ BJPയിലോട്ട് അടുക്കുന്നത് കാണുമ്പോൾ അതിനുള്ള അസ്വസ്ഥതയാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ BJP സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുമായി അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുമായും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായും ബന്ധപ്പെട്ട് അവരെ മോചിപ്പിക്കാനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രചാരണങ്ങൾ, അടുത്തിടെ തെരഞ്ഞെടുപ്പിലടക്കം ഇടതു വലതു മുന്നണികൾ സ്വീകരിച്ച രാജ്യവിരുദ്ധ പ്രീണനം അത് മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഉത്തരേന്ത്യയിലുള്ള പലവിധ വിഷയങ്ങളും ഇത്തരത്തിൽ പെരുപ്പിച്ച് കാണിക്കുന്നത്. അതിൽ മുതലെടുത്ത് ഇവിടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് മനുവിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം. പാലോടി രവിയുടെ വിവാദ ഫോൺ സംഭാഷണത്തിൽ അന്വേഷണം നടത്താൻ ഒരുങ്ങി KPCC. അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഫോൺ സന്ദേശം ചോർന്നതിന് പിന്നിൽ വിഭാഗീയതയെന്നാണ് ആരോപണം. വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകി. ഫോൺ സംഭാഷണം പുറത്തുവന്ന മണിക്കൂറുകൾക്കുള്ളിൽ പാലോടി രവിയുടെ രാജി KPCC നേതൃത്വം ചോദിച്ചു വാങ്ങി. ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയത്. സംഭാഷണം ചോർന്നതിന് പിന്നിൽ പ്രാദേശിക തലത്തിൽ നേതാക്കൾക്കിടയിൽ ചേരിപ്പോര് എന്നാണ് വിവരം. ഇക്കാര്യങ്ങളടക്കം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് KPCCയുടെ നിർദ്ദേശം. അച്ചടക്ക സമിതി അധ്യക്ഷനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിഷയത്തിൽ അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നിർദ്ദേശം. അതേസമയം വിവാദ ഫോൺ സംഭാഷണത്തിൽ നീതിപൂർവകമായ അന്വേഷണം നടത്തുമെന്ന് അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ഫോൺ സംഭാഷണം ഒറ്റപ്പെട്ട സംഭവമാണെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു. അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെട്ട ഞാൻ അതിന്റെ ഒരു കാര്യം പോലും നോക്കാതെ ഒരു കമന്റ് നടത്തുന്നത് ശരിയല്ലല്ലോ. ഞാനപ്പോൾ പരിശോധിച്ചു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു നീതിബോധവും നീതിപൂർവമായിട്ടുള്ള തീരുമാനമേ ഉണ്ടാവൂ. പാർട്ടിക്കകത്ത് പാർട്ടി പ്രവർത്തകർക്ക് അവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. ശരാശരി പ്രവർത്തകൻ, പാർട്ടി സ്പിരിറ്റുള്ള ആളുകൾ. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രശ്നങ്ങളും എന്താണ് എന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനം അറിയാം. പാലോടി രവിയുടെ ഫോൺ സന്ദേശം പുറത്തുവന്നത് വലിയ നാണക്കേടാണ് പാർട്ടിക്കുണ്ടാക്കിയത്. ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തതും പ്രചരിപ്പിച്ചതും ഒരാൾ മാത്രമല്ലെന്നും പിന്നിൽ നിരവധി പേരുണ്ടെന്നും പാലോടി രവി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. സംഭാഷണം പ്രചരിപ്പിച്ചതിന് പിന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രൂപ്പിസമാണെന്നും അതിൽ താൻ പെട്ടതാണെന്നും പാലോടി രവി പറയുകയും ചെയ്തു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അന്വേഷണം. വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തേണ്ടതില്ല എന്നും KPCC നേതൃത്വം നിർദ്ദേശിച്ചു. അതേസമയം പാലോടി രവിയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. തന്റെ വാദങ്ങൾ മുഖവിലക്കെടുക്കാതെ രാജി ചോദിച്ചു വാങ്ങിയതിൽ പാലോടി രവിക്ക് കടുത്ത അതൃപ്തിയുള്ളതായാണ് വിവരം. ഈ സാഹചര്യത്തിൽ പാലോടി രവിയുടെ തുടർ നീക്കങ്ങളും ഏറെ നിർണായകമാകും. ജനം, തിരുവനന്തപുരം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടികൾ തടയാനാകില്ലെന്ന് സുപ്രീംകോടതി. ആക്ഷേപങ്ങൾ എന്തുകൊണ്ട് അന്വേഷണ സമിതിക്ക് മുന്നിൽ പറഞ്ഞില്ലെന്നും കോടതി ചോദിച്ചു. പുറത്താക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങാനാണ് അന്വേഷണ സമിതിയുടെ ശുപാർശയെന്നും സുപ്രീംകോടതി പറഞ്ഞു. സമിതി ഭരണഘടനാ വിരുദ്ധമെങ്കിൽ എന്തിനാണ് സമിതിക്ക് മുന്നിൽ ഹാജരായതെന്നും കോടതി ചോദിച്ചു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് 15% തീരുവ നിശ്ചയിച്ച് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷയുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനമായത്. റഷ്യയുമായുള്ള എണ്ണ പ്രകൃതിവാതക ഇടപാട് 2028ഓടെ യൂറോപ്യൻ യൂണിയൻ പൂർണ്ണമായി ഒഴിവാക്കുമെന്നും ധാരണയിലുണ്ട്. അമേരിക്കയുമായി താരിഫ് ധാരണയിലെത്തി യൂറോപ്യൻ യൂണിയൻ. 15% താരിഫായിരിക്കും അമേരിക്ക യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചുമത്തുക. ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷ ഉർസല വൺ ഡെർ ലെയനുമായി നടന്ന ചർച്ചകളിലാണ് അന്തിമ താരിഫ് തീരുമാനമായത്. സുദീർഘ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനത്തിലെത്തിയതെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. So I think we should not forget where we would have been on the 1st of August.
we would have been at 30%. And it would have been much more difficult to get down now to the 15%. 15% is certainly a challenge for some, but we should not forget it keeps us the access to the American market, and what we are also doing intensively is diversifying to other regions of the world. And this opens up new markets, potential new markets. Indonesia, for example, is huge. It's 250 million people. 2028 ജനുവരി 1 ആകുന്നതോടെ റഷ്യയിൽ നിന്നുള്ള മുഴുവൻ പ്രകൃതിവാതക ഇറക്കുമതിയും അവസാനിപ്പിക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. $750 ബില്യൺ ആണവ ഇന്ധനവും പ്രകൃതിവാതകവും അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനും യൂണിയൻ ധാരണയിലെത്തിയിട്ടുണ്ട്. നേരത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് 30% താരിഫ് ഏർപ്പെടുത്താനായിരുന്നു അമേരിക്കയുടെ നീക്കം. ഓഗസ്റ്റ് 1 മുതലാണ് പുതുക്കിയ താരിഫ് നടപ്പിൽ വരിക. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കശ്മീരിൽ ഭീകരവേട്ട തുടർന്ന് സൈന്യം. ദാച്ചിഗാമിൽ 3 ഭീകരരെ വധിച്ചു. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ള ഭീകരർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട ദൗത്യത്തിലാണ് ഭീകരരെ വധിച്ചത്. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ നുഴഞ്ഞു കയറി ദാച്ചിഗാമിലൂടെയായിരുന്നു. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി നന്ദഗോപനൊപ്പം ചേർന്നു. നന്ദഗോപൻ, ഇതിപ്പോൾ ഒരു സാധാരണ ഭീകരവേട്ടയെന്ന് കരുതാനാവില്ല. കാരണം പഹൽഗാമിൽ നുഴഞ്ഞു കയറി സാധാരണക്കാരെ നിഷ്കരുണം കൊന്നുവീഴ്ത്തിയ ഭീകരരും ഇതിലുണ്ടെന്ന് കേൾക്കുന്നു. അവർ അതേ പദ്ധതിയിലൂടെ വന്നുവെന്നാണോ? കൃഷ്ണരാജ്, ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ നടത്തിയ ഓപ്പറേഷൻ അത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമില്ല എന്നുള്ളതാണ് സൈന്യം വ്യക്തമാക്കുന്നത്. അതേസമയം ഓപ്പറേഷൻ മഹാദേവ് സൈന്യവും അതേപോലെ തന്നെ CRPFും ജമ്മു കാശ്മീർ പോലീസും കൂടി സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ മഹാദേവിൽ ഇപ്പോൾ 3 ലഷ്കർ ഇ തോയ്ബ ടെററിസ്റ്റുകൾ, ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ 3 പേരും പാകിസ്ഥാൻ സ്വദേശികളാണ് എന്നുള്ളതും സൈന്യം വ്യക്തമാക്കുന്നു. ഇവരിൽ നിന്നും ചില ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. അതായത് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഡാൻജുവ ഏരിയയിൽ അവിടെ ഈ ടെററിസ്റ്റുകളുടെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയും അവിടേക്ക് ഈ 3 സേനാ വിഭാഗങ്ങളും, പോലീസും അതേപോലെ തന്നെ ആർമിയും CRPFും അടങ്ങുന്ന 3 സൈനിക വിഭാഗങ്ങളും അവിടേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ഡ്രോണിൻ്റെ സഹായത്തോടുകൂടി ടെററിസ്റ്റുകൾ എവിടെയെന്ന് കൃത്യമായി നിരീക്ഷിക്കുന്നു. അതിനുശേഷമാണ് ഇവിടേക്ക് കടക്കുന്നതും ഈ ടെററിസ്റ്റുകളെ ആക്രമിക്കാൻ കഴിയുന്നതും. പ്രദേശത്ത് കൂടുതൽ ടെററിസ്റ്റുകൾ, കൂടുതൽ ഭീകരവാദികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും സംശയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അവിടെ സെർച്ച് ഓപ്പറേഷനുകൾ നടക്കുകയാണ്. അതേസമയം ഈ കൊല്ലപ്പെട്ട 3 പേരുടെയും ബോഡികൾ, അവരെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സൂചന. കൃഷ്ണരാജ്, ശരി. കശ്മീരിൽ 3 ഭീകരരെ ദാച്ചിഗാമിൽ സൈന്യം വധിച്ചു. ഇത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ളവരാണെന്ന് സംശയം വരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ റഫറൻസ് ഉത്തരം നൽകാതെ മടക്കണമെന്ന് കേരളം. ഈ ആവശ്യമുന്നയിച്ച് കേരളം സുപ്രീം കോടതിയിൽ അപേക്ഷ ഫയൽ ചെയ്തു. സുപ്രീം കോടതിയിലെ സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയാണ് കേരളത്തിന്റെ അപേക്ഷ ഫയൽ ചെയ്തത്. രാഷ്ട്രപതിയുടെ റഫറൻസ് ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. കോട്ടയം മീനടം നാരകത്തോട് 600 കുടുംബങ്ങൾക്ക് വൈദ്യുതി നിലച്ചിട്ട് ദിവസമായി. രോഗികൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലായതോടെ മീനടം KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. KSEBയുടെ അലംഭാവത്തിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഫോണിൽ ബന്ധപ്പെട്ട് BJP പ്രവർത്തകർ വിവരം ധരിപ്പിച്ചു. സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെട്ടതോടെ വൈകിട്ട് 5 മണിക്കുള്ളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്ന് KSEB ഉദ്യോഗസ്ഥർ BJPക്ക് ഉറപ്പു നൽകി. സുരേഷ് ഗോപിയാണ്. ഓക്കെ ഏട്ടാ, എല്ലാം ഓക്കെയാ ചേട്ടാ. ഇവിടെ എല്ലാവരും ഉണ്ട്. ഓക്കെ ഏട്ടാ. സംസാരിച്ചു ചേട്ടാ. അവിടെ ചെന്നപ്പോഴത്തെ അവർ ഭയങ്കര ഒരു ഉപേക്ഷയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചേട്ടനെ വിളിക്കാനേ പനിയായിട്ട് കിടക്കാൻ അറിഞ്ഞോണ്ടാ.
പണിക്കാരില്ല, അതാണ് പറഞ്ഞത്. അവരെയും കുറ്റം നമ്മൾ പറഞ്ഞില്ല, പണിക്കാരില്ല. ഇദ്ദേഹത്തിനാണ് ഷോക്ക് അടിച്ചത്. 4ാമത്തെ ദിവസം ഇന്നലെ ലൈൻ വഴിയേക്കടെ ബ്ലോക്കായി കിടക്കുമായിരുന്നു. 3 ദിവസമായിട്ട് കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് ആ ലൈൻ ഒന്ന് മാറ്റിയിട്ട് വണ്ടി പോകാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി വണ്ടി പോകുന്നുണ്ട്. ഓരോരുത്തരും വരുമ്പോൾ ലൈൻ പൊക്കണം. അപ്പം ഞാനതൊന്ന് പൊക്കി കയറി വെച്ച് കെട്ടിയിട്ട് ഞാനിവിടെ തിരിഞ്ഞിരിക്കുമ്പോഴത്തേനുമാണ് KCB നാൾ വന്നിട്ട് കട്ട് ചെയ്യാൻ വരുമ്പോൾ ഇതേ കറണ്ടുണ്ട്, അല്ലെങ്കിൽ ആ ടൈമിൽ തീർന്നു പോകുമായിരുന്നു. അത് KCB ആ സമയത്ത് ഒരു പക്ഷേ അവർ റിപ്പയർ ചെയ്തിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ വരുമ്പോഴേ ചാർജ് ചെയ്ത് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ മുരളി, 5 ദിവസമായി ഒരിടത്ത് കറണ്ടേ ഇല്ല. നോക്കൂ, MP വിളിക്കുന്നു, ഇടപെടണം, എന്താണ് നിങ്ങളുടെ ഉറപ്പ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് തന്നെ കറണ്ട് എത്തിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ മറ്റൊരു കാരണവുമില്ല, അനാസ്ഥയാണ് അല്ലേ? 5 ദിവസമായി നാരകത്തോട് നിവാസികൾ തീർത്തും വലഞ്ഞുപോയ അവസ്ഥയിലാണ്. രോഗികൾ ഉൾപ്പെടെ ഈ പ്രദേശത്തുണ്ട്. അവരെല്ലാം ബുദ്ധിമുട്ടിലായ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം. വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും KCBക്ക് അനക്കമില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് അവിടെ ഈ പൊട്ടിക്കിടക്കുന്ന വൈദ്യുതി കമ്പികൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പോലും ഈ KCBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സമാനമായി പലയിടത്തും കേൾക്കുന്ന രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായേക്കാം എന്ന നിലയിലായിരുന്നു പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകിയും പോസ്റ്റുകൾ മറിഞ്ഞു വീണുമൊക്കെ വൈദ്യുതി കമ്പികൾ അവിടെ പല ഭാഗത്തും ഉണ്ടായിരുന്നത്. മനുഷ്യജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ഭാഗത്ത് പലയിടത്തും വൈദ്യുതി കമ്പികൾ പൊട്ടി വീണ് കിടക്കുകയായിരുന്നു. പക്ഷേ KCB അധികൃതർ ഇതൊന്നും തിരിഞ്ഞു നോക്കാനോ ഇത് മാറ്റുന്നതിനുള്ള നടപടികളുമായി മുന്നിട്ടിറങ്ങാനോ ഒന്നും തയ്യാറായില്ല എന്നുള്ളതാണ് ജനരോഷം വലിയ ശക്തമായ രീതിയിൽ അവിടെ ഉയർന്നു വരുന്നതിന് കാരണമായത്. എത്രയും വേഗം വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ആണ് ഇന്ന് രംഗത്തെത്തിയത്. BJP മധ്യമേഖലാ അധ്യക്ഷൻ N ഹരിയുടെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ അല്പസമയം മുൻപ് മീനടം KCB അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരത്തെ തന്നെ BJP പ്രവർത്തകർ ആ വിവരം അറിയിച്ചിരുന്നു. ഇന്നും ഫോണിൽ ബന്ധപ്പെട്ടു. കേന്ദ്രമന്ത്രി ഇന്നലെ KCB ചെയർമാനെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാരെ അറിയിച്ചു. തുടർന്ന് KCBയുമായി കേന്ദ്രമന്ത്രി നടത്തിയ ഇടപെടലിലാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു നൽകാം എന്ന് KCB അധികൃതർ പോലീസിന്റെയും മറ്റും സാന്നിധ്യത്തിൽ നാട്ടുകാർക്കും BJP പ്രവർത്തകർക്കുമെല്ലാം ഉറപ്പു നൽകിയത്. ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് BJP പ്രവർത്തകർ പ്രതിഷേധം അവസാനിച്ച് മടങ്ങാൻ തയ്യാറാവുകയും ചെയ്തത്. ഈ ഏറ്റവും ഗുരുതരമായ അനാസ്ഥ എന്ന് പറയുന്നത് വൈദ്യുതി ഇല്ലാത്ത 5 ദിവസങ്ങൾ, അതുകൂടാതെ തന്നെ മനുഷ്യജീവന് ദോഷം സംഭവിക്കുന്ന, മനുഷ്യജീവൻ നഷ്ടപ്പെട്ട് ഇല്ലാതായി അപകടമുണ്ടാക്കി ക്ഷണിച്ചു വരുത്തിയേക്കാം എന്ന സാധ്യത ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ പല ഭാഗങ്ങളിലും വൈദ്യുതി കമ്പികൾ പൊട്ടി വീണ് കിടക്കുകയും അപകട ഭീഷണി ഉയർത്തുകയും ചെയ്തിട്ടും KCBക്ക് യാതൊരു അനക്കവുമില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, കോട്ടയം മീനടം നാരകത്തോട് 600 കുടുംബങ്ങൾക്ക് വൈദ്യുതി നിലച്ചിട്ട് 5 ദിവസമായി. പക്ഷേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ച് ഇക്കാര്യം അറിയിച്ചതിന് പിന്നാലെ, BJPയുടെ പ്രതിഷേധത്തിന് പിന്നാലെ 5 മണിക്കുള്ളിൽ ഇന്ന് വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്ന ഉറപ്പാണ് KSEB നൽകിയിരിക്കുന്നത് BJPക്ക്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ 15ാമത് ചെയർമാനായി സംവിധായകൻ K. മധു ചുമതലയേറ്റു. കോർപ്പറേഷന്റെ വഴുതക്കാട്ടെ ഓഫീസിൽ എത്തിയാണ് ചുമതല ഏറ്റെടുത്തത്. വലിയ ദൗത്യമാണ് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് K. മധു പ്രതികരിച്ചു. സർക്കാരും സാംസ്കാരിക വകുപ്പുമായി കൂടിയാലോചിച്ച് ചുമതല മനോഹരമാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനം TV എക്സിക്യൂട്ടീവ് ചെയർമാനും നിർമ്മാതാവുമായ G. സുരേഷ് കുമാർ, നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്ത് തുടങ്ങി ചലച്ചിത്ര സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ K. മധുവിന് ആശംസയർപ്പിക്കാനെത്തി. അഭിമാനകരമായ, സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ ജീവിതത്തിലെ വിജയങ്ങൾക്കെല്ലാം മാതാപിതാ ഗുരു ദൈവം എന്ന സത്യമാണ് ഞാൻ പിന്തുടരുന്നത്. എൻ്റെ പിതാവ് G. കൃഷ്ണൻ നായർ, അമ്മ വിലാസിനി അമ്മ, എൻ്റെ ഗുരുനാഥൻ M. കൃഷ്ണൻ നായർ സാർ, ഇവരെ 3 പേരെ സ്മരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാം. 1978 ആദ്യമാണ് ഞാൻ കൃഷ്ണൻ നായർ സാറിനൊപ്പം മദ്രാസിലെത്തുന്നത്. അവിടുന്ന് ഇന്ന് K. മധു എന്നുള്ള അഡ്രസ്സിൽ KSFDC ചെയർമാനായി ഇവിടെ ഇരിക്കാൻ ഉള്ള വളർച്ചയുടെ പ്രധാന കാരണം അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹവും ഒക്കെയാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. പാലോട് രവിക്കെതിരെ നടപടിയെടുത്ത കോൺഗ്രസ് ഒറ്റക്കെട്ടായെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. നടപടിയെടുത്തതിൽ തർക്കമില്ല. ശശി തരൂരിനെതിരായ നടപടിയെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് തരൂർ. തരൂരിനെതിരെ പരാതി KPCCക്ക് വന്നിട്ടില്ലെന്നും സണ്ണി ജോസഫ് പാലക്കാട് പ്രതികരിച്ചു. കോൺഗ്രസിലെ എടുത്തിട്ടുള്ള നിലപാടുകൾക്ക് യാതൊരു വിമർശനവും
പാർട്ടിക്കകത്തുണ്ടായിട്ടില്ല. എല്ലാവർക്കും പൊതുവായിട്ടുള്ള സ്വീകാര്യതയുള്ള നിലപാടുകൾ തന്നെ. ശശി തരൂര് ഞങ്ങൾക്കെല്ലാം അറിയാം, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കേണ്ട ഒരു കേസും എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ഇറ്റ് ഈസ് അപ് ടു ദ കോൺഗ്രസ് ഹൈക്കമാൻഡ് ടു ഡിസൈഡ്, നോട്ട് മീ. ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയ സംഭവത്തിൽ ഉത്തരമേഖലാ ജയിൽ DIG V ജയകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് ജയിൽ മേധാവിക്ക് ഇന്ന് സമർപ്പിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജയിൽ DGP തുടർ നടപടികൾ സ്വീകരിക്കുക. ചാർലി തോമസിന്റെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിവേഗം പൂർത്തിയാക്കിയാണ് റിപ്പോർട്ട് ഇന്ന് ജയിൽ DGPക്ക് സമർപ്പിക്കുന്നത്. സെൽ മുറിച്ച് പുറത്തെത്തിയ ശേഷം 3 മിനിറ്റ് ജയിലിന്റെ വരാന്തയിൽ നിന്നത് CCTVയിൽ ദൃശ്യമായിട്ടും അറിഞ്ഞില്ലെന്ന ജയിലർമാരുടെ വാദവും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവനക്കാരുടെ കുറവാണ് പ്രതിസന്ധി തീർക്കുന്നതെന്ന കാര്യവും റിപ്പോർട്ടിലുണ്ടെന്നും സൂചനയുണ്ട്. 150ഓളം ജീവനക്കാർ വേണ്ടെടുത്ത് വെറും 106 ജീവനക്കാർ മാത്രമാണ് നിലവിൽ ജയിലിലുള്ളത്. അതേസമയം ചാർലി തോമസിനെ പാർപ്പിച്ചിരുന്ന 10ാം നമ്പർ ബ്ലോക്കിലുള്ള തടവുകാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ജയിൽ ചാട്ടത്തെക്കുറിച്ച് തടവുകാരിൽ ചിലർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് തടവുകാരെ ചോദ്യം ചെയ്യുക. മാത്രമല്ല, ജയിലിൽ നിന്നും പുറത്തു കിടക്കാൻ എന്തെങ്കിലും സഹായം ലഭിച്ചോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. ജനം, കണ്ണൂർ. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.